കൊല്ലത്ത് യുവതിയുടെ ദൃശ്യങ്ങൾ ഭർത്താവ് അശ്ലീല വെബ്സൈറ്റുകളിൽ വിറ്റ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. BNS 77, 118 1, 115 2 IT ആക്ട് എന്നിവ ചുമത്തിയാണ് കേസ്. 4 വർഷം മുമ്പ് പ്രതി നഗ്നചിത്രങ്ങൾ പകർത്തിയിരുന്നതായാണ് യുവതിയുടെ മൊഴി. പ്രതി അശ്ലീല ദൃശ്യങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് ഈ വർഷമാണ്. വിനേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനേഷ്, ഇപ്പോഴിതാ ഈ പരാതി കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ പരാതി പുറത്തു വന്നത്. കിടപ്പറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റു എന്നതായിരുന്നു വിവരം. ഇപ്പോഴിതാ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇയാളുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവന്നിട്ടുണ്ടോ? തീർച്ചയായും അഭിലാഷ്, സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് യുവതി ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. നിലവിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുട്ടിയം പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഭർത്താവ് ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ്. ഈ മൊബൈൽ ഫോണിലാണ് ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ചതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ ഡിവൈസ് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ആദ്യത്തെ ഘട്ടം. അതുപോലെ തന്നെ പ്രതിയെ പിടികൂടുക, എങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തതകൾ വരികയുള്ളൂ. കാരണം ഇത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ്, വല്ല വാണിജ്യ ആവശ്യമാണോ, ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ പണം കൈക്കലാക്കിയിട്ടുണ്ടോ, ഇതിന്റെ പിന്നിൽ മറ്റ് റാക്കറ്റുകളുണ്ടോ എന്നതടക്കം ഒരുപാട് കാര്യങ്ങൾ പോലീസിന് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. യുവതിയുടെ ആരോപണത്തിൽ പറയുന്ന ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, 4 വയസ്സുള്ള കുട്ടിയുടെ ദൃശ്യങ്ങൾ വരെ ഇയാൾ പകർത്തി എന്നുള്ള ഒരു മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ വീട്ടിലുള്ള അവരുടെയും അമ്മയുടെ അടക്കം ദൃശ്യങ്ങൾ ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു എന്നുള്ള വലിയ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് പോലീസിനോട് യുവതി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇവരുടെ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് വിദേശത്താണെങ്കിൽ പോലും ഇത് നാട്ടിൽ ഇവർ എത്തുമ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് ചിത്രീകരിക്കാൻ വേണ്ടി ഈ മൊബൈൽ ഫോൺ ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് ഇയാൾ ഈ വീഡിയോ ചിത്രീകരിക്കും. അപ്പോഴെല്ലാം ഈ യുവതി തടഞ്ഞു. യുവതി ചോദിച്ചപ്പോൾ പറഞ്ഞത് വെറുതെയാണ്, സ്വന്തം ആവശ്യങ്ങൾക്ക് വെറുതെ കാണാൻ വേണ്ടിയാണെന്നൊക്കെയാണ് അയാൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്തരം ഉപയോഗത്തിന് വേണ്ടി ഇത് ചെയ്യുമെന്ന് ഇവർ കരുതിയിരുന്നില്ല എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും പോലീസ് കാര്യമായിട്ട് തന്നെയാണ്, ഗൗരവത്തോടെ തന്നെയാണ് ഒരു വിഷയം കാണുന്നതും. സൈബർ വകുപ്പുകൾ ചുമത്തിയാണ് ഇതിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഈ ഡിവൈസ് കണ്ടെത്തുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡിവൈസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ അയാൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. എന്തായാലും ടവർ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിനീഷ്, ഇതോടൊപ്പം തന്നെ മറ്റു ചില വിവരങ്ങളൊക്കെ പുറത്തു വരികയാണല്ലോ. അതായത് ഈ ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകൾക്ക് കൈമാറി എന്നതിനോടൊപ്പം തന്നെ ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ അയാൾ അംഗമായിരുന്നു എന്ന നിലയിൽ മകളുടെ ദൃശ്യങ്ങൾ പോലും ഇത്തരത്തിലൊക്കെ പകർത്തിയിരുന്നു എന്ന തരത്തിൽ ഒക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു തരം മാനസിക വൈകൃതം ഇയാൾക്കുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ യുവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ അതിക്രൂരമായി മർദ്ദിക്കുന്നു എന്നുകൂടിയുള്ള വിവരമാണല്ലോ പുറത്തു വരുന്നത്. തീർച്ചയായും അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ലൊരു കുടുംബജീവിതം തന്നെയാണ് യുവതി ആഗ്രഹിക്കുന്നതും. ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഇയാളെ ഇതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ച് കൊണ്ടാണ് നാട്ടിൽ കൊണ്ടുവന്നത്. കൗൺസിലിങ്ങിന് അടക്കം വിധേയനാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2 തവണ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി 3-ാം തവണ കൊണ്ടുപോകുന്ന സമയത്താണ് അവരുടെ വീട്ടിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചു എന്നുള്ള വലിയൊരു ആരോപണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ഉടൻ തന്നെ ഈ യുവതി വീട്ടിലുള്ളവരോട് വെളിപ്പെടുത്തി. അപ്പോൾ ഇതാണ് ഇയാൾക്ക് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായത്. അങ്ങനെ ഈ യുവതിയെ മാരകമായിട്ട് മർദ്ദിച്ചു, മുറിവേൽപ്പിച്ചു, ഈ ഇസ്തിരിപ്പെട്ടിയെടുത്ത് തലയ്ക്കടിച്ചു, അതുപോലെ തന്നെ താക്കോൽ കൂട്ടങ്ങൾ വെച്ച് ദേഹമാസകലം മുറിവേൽപ്പിച്ചു എന്നടക്കമുള്ള മൊഴിയാണ് ഈ യുവതി പോലീസിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടാനും പിന്നീട് പോലീസിനോട് കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്താനും തയ്യാറായത്. എന്തായാലും ഈ ഒരു വകുപ്പുകൾ ചുമത്തി പെൺകുട്ടിയെ യുവതിയെ മർദ്ദിച്ചതടക്കം, അതുപോലെ തന്നെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു, കുട്ടിയുടെ മുന്നിൽ ലൈംഗിക വൈകൃതം കാണിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള അഭിലാഷ്, ഈ കുട്ടിയുടെ, അതായത് 4 വയസ്സുള്ള കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനായി വനിതാ പോലീസ് ചെന്നിരുന്നു. അപ്പോൾ കുട്ടിയോട് കാര്യങ്ങൾ, അമ്മയുടെ മൊഴിപ്രകാരമുള്ള കാര്യങ്ങൾ
കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടിക്ക് അതൊന്നും അറിയില്ല എന്നുള്ളൊരു മൊഴിയാണ് കുട്ടി നൽകിയതെന്നാണ് അറിയുന്നത്. പക്ഷേ എന്തായാലും ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. അങ്ങനെയെങ്കിൽ ഒരു പോക്സോ വകുപ്പ് പ്രകാരം ഈ കേസ് മുന്നോട്ട് പോക്സോ വകുപ്പും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ബന്ധം വേർപെടുത്തുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് യുവതി നീങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കാര്യങ്ങളിലേക്കാണ് പോകുന്നതെന്ന് വക്കീലും നമ്മളോട് പറയുകയുണ്ടായി. എന്തായാലും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അഭിലാഷ് സൂചിപ്പിച്ച മറ്റൊരു പോയിന്റാണ് ഈ ദമ്പതിമാരെ പങ്കാളികളെ കൈമാറ്റം ചെയ്യുന്ന ചില റാക്കറ്റുകൾ സജീവമാണ്. ഇവരുമായിട്ട് ഇയാൾക്ക് പങ്കുണ്ടോ എന്നുള്ള ഒരു നിർണായകമായ ഒരു ചോദ്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഈ യുവതി നൽകിയിട്ടുണ്ട്, പോലീസിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് കിടക്ക പങ്കിടാൻ, മറ്റുള്ളവരുമായി കിടക്ക പങ്കിടാൻ ഈ ഭർത്താവ് ഇവരെ നിർബന്ധിച്ചു എന്നതടക്കമുള്ള മൊഴി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എഫ്ഐആറിൽ അത് സൂചിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും ഇതുമെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അഭിലാഷ്. യെസ്, ആ യുവതിയുടെ പരാതിയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ അങ്ങേയറ്റം മനോവൈകൃതം ഉള്ള ആളാണ് പ്രതി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമ്മയെയും സഹോദരിയെയും ഭാര്യയെയും മകളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാൾ എന്നുള്ളതാണ് ഈ പരാതിയുടെ ഉള്ളടക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.